സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കും. KCB ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം. വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ വരെയാണ് ലോഡ് ഷെഡിംഗ്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കടുത്ത ചൂടിനൊടുവിൽ ഇപ്പോഴിതാ ലോഡ് ഷെഡിംഗിന് കൂടി തീരുമാനമായിരിക്കുകയാണ്. മറ്റെന്തൊക്കെ നിയന്ത്രണങ്ങളാണ് നിലവിൽ വരിക? വൈകിട്ട് 6 മണിക്കും രാത്രി 12 മണിക്കും ഇടയിലാകും അരമണിക്കൂർ വീതം ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുക. ഇന്നു മുതൽ ഈ തീരുമാനം നടപ്പിലാക്കി തുടങ്ങും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയായിരുന്നു പലയിടങ്ങളിലായി വൈദ്യുതി പീക്ക് ലോഡ് സമയത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷെ അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ച ഒരു സാഹചര്യത്തിലാണ് സമയക്രമത്തിൽ അടക്കം ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ രാത്രി 10 മണിക്കും 12 മണിക്കും ഇടയിലായിരുന്നു ഇങ്ങനെ കറണ്ട് പോയിരുന്നതെങ്കിൽ ഇനി മുതൽ അത് വൈകിട്ട് 6 മണിക്കും 12 മണിക്കും ഇടയിലായാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത്. അരമണിക്കൂർ വീതമായിരിക്കും ലോഡ് ഷെഡിംഗ്. അതോടൊപ്പം AC ഉപയോഗിക്കുന്നവർ അതിന്റെ താപനില 24-നും 26 ഡിഗ്രിക്കും ഇടയിൽ ക്രമീകരിക്കണം എന്നൊരു നിർദ്ദേശം കൂടി KSB മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെ പൂർണ്ണമായ ഒരു സഹകരണം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഉണ്ടാകണമെന്നാണ് KSBയുടെ അഭ്യർത്ഥന. അതോടൊപ്പം 200 മെഗാവാട്ട് വൈദ്യുതി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതിന് ധാരണയായിട്ടുണ്ട്. ഇന്നു മുതൽ അതുകൂടി ലഭ്യമായി തുടങ്ങുന്നതോടെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ KSB ഉള്ളത്. നമുക്കറിയാം, സർവകാല റെക്കോർഡിലേക്ക് പ്രതിദിന ഉപയോഗം എത്തുന്ന ഒരു സാഹചര്യമാണ്. 118.5 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് ആവശ്യമായി വന്നത്. അത് സർവകാല റെക്കോർഡാണ് എന്നാണ് കണക്കുകൾ. അങ്ങനെയെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം മുൻപിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം KSBയുടെ ബോർഡ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, വലിയ തരത്തിലുള്ള ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്നു. AC അടക്കം പ്രവർത്തിപ്പിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നൊരു അഭ്യർത്ഥന കൂടി KSBയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. KSBക്ക് ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ട് എന്നെല്ലാവരും മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഈ ചൂടുകാലത്ത് അത് സാധാരണക്കാരായ മനുഷ്യർക്ക് വലിയൊരു പ്രതിസന്ധിയായി, വലിയൊരു ബുദ്ധിമുട്ടായി അവിടെ നിലനിൽക്കുകയല്ലേ? അത് ബുദ്ധിമുട്ടാണ് എങ്കിൽ കൂടി ഈ സാഹചര്യം നേരിട്ടേ മതിയാകൂ. AC ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. AC ഉപയോഗിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന താപനില ക്രമീകരിക്കണം. അത് 24 ഡിഗ്രിക്കും 26 ഡിഗ്രിക്കും ഇടയിൽ വെച്ചുകൊണ്ട് ക്രമീകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് മാത്രമാണ് ഒരു അഭ്യർത്ഥനയായി KSBയുടെ മുമ്പിൽ നിന്ന് വന്നിരിക്കുന്ന അറിയിപ്പ്. അതായത് നിലവിൽ 250 മെഗാവാട്ട് വൈദ്യുതിയാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ KSBയോട് അത് ചോദിക്കാനുള്ള അംഗീകാരമാണ് നൽകിയത്. പക്ഷേ അത്രയും മെഗാവാട്ട് വൈദ്യുതി നമുക്ക് ലഭിക്കാതിരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്ന വിലയിരുത്തലിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി ഇന്നു മുതൽ ലഭ്യമാകുന്നതിന് സാഹചര്യം ഒരുങ്ങിയതോടെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധിക്ക് പരിഹാരം കാണാം എന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇന്ന് വൈകിട്ട് മുതൽ ഈ അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് സംസ്ഥാനത്ത് എല്ലായിടത്തും നടപ്പിലാക്കുമെന്നാണ് KSBയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.